ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മളിന്നൊരു മുട്ട ബിരിയാണിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പം രാവിലെ തന്നെ ഇതൊരാഗ്രഹം കേട്ടോ, അപ്പോൾ ഉണ്ടാക്കിയേ തീരുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, സവാളയും മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി സെറ്റാക്കി വെച്ചു ഗൈസ്. അതിനുശേഷം നമ്മൾ പിന്നെ കുറച്ച് കറി മസാല ഉണ്ടല്ലോ, അത് വേണം നമുക്ക്, ചോറ്റിനും വേണം, അതുപോലെ തന്നെ ഇതിനും വേണം. ഞങ്ങൾ പെട്ടെന്നാണ് കേട്ടോ ഇതിൽ മുട്ട അവിച്ചിട്ടു, പിന്നെ അതിനുശേഷം പെട്ടെന്ന് ഇതൊക്കെ വഴട്ടിയെടുത്തു ഗൈസ്. അപ്പം പെട്ടെന്ന് നമുക്ക് കാണിച്ച് പോകാനുള്ള സമയമില്ല, എനിക്ക് ഷോപ്പിലോട്ട് പോകണം, ഇക്കാക്കും പുറത്തോട്ട് പോകണം. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു മുട്ട ബിരിയാണിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവർക്കും സെറ്റാക്കാം. ഉള്ളിയൊക്കെ ഈ രീതിയിലാണ് കേട്ടോ വഴട്ടിയെടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ കമൻറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മളിതിൻ്റെ റെസിപ്പിയും ഇൻഗ്രീഡിയൻസും ഒക്കെ ഇട്ടുതരാം. അങ്ങനെ പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ അവിച്ചെടുത്തു ഗൈസ്. അങ്ങനെ എല്ലാവർക്കും സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ ഷോപ്പിൽ വന്നപ്പോൾ ഇക്ക പറഞ്ഞ് എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. നോക്കിയപ്പോൾ ഗൈസ് ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് 3 മാസമാണ് ആയത്. അപ്പോൾ വണ്ടിക്ക് ഇലക്ട്രിക് വണ്ടിയാണ്, 5 EV ആണ്. അങ്ങനെ വണ്ടിക്ക് നമ്മുടെ നമ്പർ പ്ലേറ്റ് കിട്ടി കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ്, കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ 6 മാസം കൺഗ്രാറ്റ്സ് ഒക്കെ ഞാൻ കൊടുത്തു ഗൈസ്. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങളുടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പം ഇന്നാണ് ഇത്തിരി സമയം കിട്ടിയത്. ഇപ്പോൾ ഗൈസ് ഇന്നാണ് നമുക്ക് ഇത്തിരി സമയം കിട്ടിയത്. ആ സമയത്ത് നമ്മൾ ദാണ്ട് ഇതാണ് കേട്ടോ, 2 സൈഡിലും ഉണ്ട്, ഒരു പാലം പോലെയാണ്. അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ വെള്ളം ഇങ്ങനെ കിടപ്പുണ്ട്. അത് നല്ല രസമാണ് അവിടെ. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് സൂര്യൻ്റെ ഒരു പ്രകാശവും ഒക്കെ നല്ല പച്ചപ്പാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു, ദമ്മ് പൊട്ടിച്ചു, അതിനുശേഷം ബിരിയാണി കഴിച്ചു ഗൈസ്. നല്ല മുട്ടയും പിന്നെ പപ്പടവും അച്ചാറും സാലഡും ഒക്കെ കൂട്ടിയാണ് ഗൈസ് കഴിച്ചത്. അങ്ങനെ ഇച്ചിരി ചോറെടുത്തു, അതിനുശേഷം ഇച്ചിരി പപ്പടം എടുത്തു ഗൈസ്. പിന്നെ അതിനുശേഷം കുറച്ച് അച്ചാറെടുത്തു, പിന്നെ സാലഡ് എന്ന് മറന്നു. അങ്ങനെ ഇപ്പോൾ സാലഡ് എടുക്കുകയാണ് ഗൈസ്. സാലഡ് എടുത്തു, അതിനുശേഷം അതും കൂടി എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് മുട്ട കേട്ടോ, എനിക്ക് ഒരുപാട് മുട്ട വേണ്ട, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് മുട്ടയെടുത്ത് വെച്ച് നല്ല രീതിക്ക് കഴിച്ചു ഗൈസ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു.